അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +1 സെക്കൻഡ് ലാംഗ്വേജായി തിരഞ്ഞെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഉറുദു ചാപ്റ്റേഴ്സുകളാണ്. അതിൽ ആദ്യമായിട്ട് നമ്മുടെ ഈ പാഠഭാഗത്ത് വരുന്നത് 4 യൂണിറ്റുകളാണ്. 4 യൂണിറ്റുകളായിട്ടാണ് നമ്മുടെ ഈ പുസ്തകം നിലവിലുള്ളത്. അതിലൊന്നാമത്തെ യൂണിറ്റായ ആത്തി ഹെ ഉറുദു സബാൻ ആത്തെ ആത്തെ എന്നുള്ള ഒന്നാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തെ പാഠം, ആദ്യത്തെ പാഠം ആപ്ക പ്യാര ഗാന്ധി. ആ പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പാഠഭാഗം ഒരു കത്താണ് ഗാന്ധിജി തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ മുഖ്താർ അൻസാരി എന്ന സുഹൃത്തിൻ്റെ മകളായ സെഹ്റ അൻസാരിക്ക് എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണ്. ആ കത്തിൽ ഗാന്ധിജി ഉറുദുവിൻ്റെ പ്രാധാന്യവും മഹത്വമാണ് നമ്മളെ തരുന്നത്, ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററായ ആപ്ക പ്യാര ഗാന്ധി എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നമ്മുടെ ആ പാഠഭാഗത്തിലേക്കുള്ളൊരു ഇഷാറ, അതിലേക്ക് നമ്മൾ ആ ഇഷാറയിലേക്ക് കടന്നുകൊണ്ട് ആ ഇഷാറ എന്താണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കുന്നത്. അപ്പോൾ ഇഷാറ എന്ന് പറഞ്ഞാൽ പാഠഭാഗത്തേക്കുള്ളൊരു സൂചന എന്നാണ് അർത്ഥമാക്കുന്നത്. मशहूरा कौमी रहनुमा डॉक्टर मुख्तार अंसारी की बेटी ज़हरा अंसारी से गांधी जी बड़ी शफ़क़त से पेश आते थे. നമ്മുടെ പ്രസിദ്ധനായ, മഷൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധൻ എന്നർത്ഥം. മഷഹൂർ കൗമി രഹ്നുമ, പ്രസിദ്ധനായ ദേശീയ നേതാവ് ഡോക്ടർ മുഖ്താർ അൻസാരി, അദ്ദേഹത്തിൻ്റെ മകളായ സെഹ്റ അൻസാരിയോട് ഗാന്ധിജിക്ക് വലിയ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഉറുദു ഓർ മാത്രമല്ല ഉൻസെ ഉറുദു മേ ഖത്തോ കിതാബ് ബി കർത്തേത്തെ. ആ സ്നേഹവും വാത്സല്യവും ഉണ്ടായതുകൊണ്ട് തന്നെ ആ മകൾക്ക് ഗാന്ധിജി പ്രത്യേകമായിട്ട് എന്തായിട്ടുണ്ടായിരുന്നു, കത്തുകൾ എഴുതാറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പിന്നെയോ മാത്രമല്ല ഉറുദു റസ്മ ഖത്ത് നസാഖ്തോं के सिलसिले में वो ख़त के ज़रिए ज़हरा अंसारी से मशवरा भी करते थे. ഉറുദു റസ്മ ഖത്ത് എന്ന് പറഞ്ഞാൽ ഉറുദു ലിപി. അപ്പോൾ ഉറുദു ലിപിയുടെ നസക്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ എന്താകാറുണ്ടായിരുന്നു, ഓ ഖത്ത് കെ ജരിയെ കത്തിലൂടെ സെഹ്റ അൻസാരിയോട് മഷൂറ ബി കർത്തേത്തെ കൂടി ആലോചിക്കുമായിരുന്നു. അഥവാ കത്തിലെ കുറവുകളും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ആ കത്തിനെ എങ്ങനെ സൂക്ഷിച്ച് നല്ലൊരു കത്താക്കി മാറ്റണം എന്നതിനെക്കുറിച്ച് വിശാലമായൊരു ചർച്ച വരെ എന്താകാറുണ്ടായിരുന്നു, ഗാന്ധിജി സെഹ്റ അൻസാരി നടത്താറുണ്ടായിരുന്നു. യേ ഖത്ത് ഉനോനെ യർവാഡ ജയിൽ മേ 10 മാർച്ച് 1932 को ज़हरा अंसारी के नाम लिखा था. ഈ കത്ത് നമ്മുടെ ഗാന്ധിജി യർവാഡ ജയിലിരിക്കുന്ന സമയത്ത് മാർച്ച് 10, 1932 മാർച്ച് 10 യർവാഡ ജയിലിരിക്കുന്ന സമയത്താണ് ഗാന്ധിജി ഈ കത്ത് പ്രിയപ്പെട്ട സെഹ്റ അൻസാരിക്ക് എഴുതുന്നത്. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം.